സേഫ്റ്റിയുമായുള്ള ബന്ധങ്ങൾ ലോകവ്യാപകമായിട്ടുള്ളതാണ്. ഇന്ത്യയിൽ ഒരു വർഷം 3 ലക്ഷം പേരുടെ മരണത്തിനും ഏതാണ്ട് 10 ലക്ഷം പേർക്ക് മാരകമായിട്ടുള്ള HIV, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി തുടങ്ങിയ രോഗങ്ങൾ വരുന്നതിനും സിറിഞ്ചുകൾ വഴിയുള്ള രോഗവ്യാപനം കാരണമാകുന്നത്. ഇത് വളരെ ഗുരുതരമായൊരു ആരോഗ്യ പ്രശ്നമാണ്. പക്ഷേ ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിൽ വളരെ ഗൗരവകരമാണ് സിറിഞ്ചുകളുടെ പുനരുപയോഗം. പലപ്പോഴും ആരോഗ്യ പ്രവർത്തകർ തന്നെ സിറിഞ്ചുകളുടെ ലഭ്യതക്കുറവ് കാരണം ഈ സിറിഞ്ചുകൾ പുനരുപയോഗം ചെയ്യപ്പെടുന്നുവെന്നാണ് WHO ഒരു കണക്കുകൾ. WHO സിറിഞ്ചുകൾ കളക്ട് ചെയ്ത് ആ പ്രദേശത്ത് വിതരണം ചെയ്തതിനുള്ള ശ്രമങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വളരെ വിരോധാഭാസം നമുക്ക് തോന്നാം. അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളിലും ഇഞ്ചക്ഷൻ സേഫ്റ്റി ഒരു ഗൗരവമുള്ള വിഷയമാണ്. അമേരിക്കയിലെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ മുൻകൈ എടുത്ത് ഒരു ഇഞ്ചക്ഷൻ സേഫ്റ്റി ക്യാമ്പയിൻ തന്നെ നടത്തും. 1 and only ക്യാമ്പയിൻ എന്ന പേര്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് സാമ്പത്തിക പിന്നോക്കാവസ്ഥ മാത്രമല്ല, എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന സാമ്പത്തിക നേട്ടം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കുറെ വ്യക്തികളാണ് യഥാർത്ഥത്തിൽ സിറിഞ്ചിന്റെ ദുരുപയോഗം വഴി സൃഷ്ടിക്കപ്പെടുന്ന രോഗബാധയ്ക്കും കാരണമാകുന്നത്.